നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധി ജീവിക്കുക എന്ന് പറയുന്ന കാര്യം പോസിബിൾ ആണോ? അതെങ്ങനെയാണ് പറ്റുമോ? വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുമോ നമുക്ക്? തീർച്ചയായിട്ടും വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണല്ലോ ദൈവം ആ വിശുദ്ധിയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണമാണ് ബലിപീഠത്തെങ്കിൽ വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി എന്ന് പറയുന്നത്. അപ്പം അനുദിന ദിവ്യ ബലിയിലൂടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളിലൂടെ പരിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ശക്തമായ അഭിഷേകവും കാര്യങ്ങളും കിട്ടുന്നത് വഴി എല്ലാ ഈ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണ്. വിശുദ്ധിയിൽ വളരാൻ അത് കാരണമായി തീരുകയാണ്, നമ്മളെ അതിലേക്ക് വലിച്ചടിപ്പിക്കുന്നുണ്ട്. ഈ നമ്മൾ ഈ വിശുദ്ധി ജീവിക്കുന്നതും മാമോദീസായും തമ്മിലൊരു കണക്ഷൻ എന്താ? നമുക്കത് മാമോദീസായിലൂടെ നമ്മൾ പാപത്തിന് മരിച്ചവരാകുന്നു എന്നുണ്ടല്ലോ. അതെങ്ങനെയാ? അത് മാമോദീസായിലൂടെ മാമോദീസ സംഭവിക്കുന്ന കാര്യം എന്നാ? മാമോദീസായിലൂടെ പാപത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിച്ചു, അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടു, പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു മാമോദീസായിലൂടെ. അതിനെ സൂചിപ്പിക്കുന്നതാണ്, അതിൻ്റെ രീതിയിലാണ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നമുക്ക് പഴയ വസ്ത്രം മാറ്റി, നനഞ്ഞ വസ്ത്രം മാറ്റി, പാപത്തിൻ്റെ അവസ്ഥ മാറ്റി, ഉണങ്ങിയ വെള്ള വസ്ത്രം വീണ്ടും ഒരു കുഞ്ഞിനെ ധരിപ്പിക്കുന്നുണ്ടല്ലോ മാമോദീസായിൽ. അപ്പം നമ്മൾ വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു, നമ്മുടെ ദീപം തെളിച്ചു, നമ്മുടെ കയ്യിൽ ഒരു മെഴുകുതിരി കത്തിച്ച് തരുന്നുണ്ട്. മരിക്കുന്നവരെ കെടാത്ത കത്തി നിൽക്കേണ്ട ഒരു മെഴുകുതിരി ഒന്നും പ്രകാശമാക്കി മാറ്റി, അന്ധകാരം മാറ്റി നമ്മൾ പ്രകാശിതരായി തീർന്നു, പ്രകാശമുള്ളവരായി തീർന്നു, വിശുദ്ധരായി തീർന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തെ മുഴുവനും വിളിച്ചിരുന്നത് വിശുദ്ധർ എന്നാണ്. വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളും ഒക്കെ പറയുന്നത് അത് നമ്മൾ വിശുദ്ധരുടെ സഹപൗരരായി മാറി. കാരണം മാമോദീസായിലൂടെ നമ്മൾ വിശുദ്ധരായി തീർന്നു. യേശുവിൻ്റെ അനിയന്മാരും അനിയത്തികളുമായിട്ട് മാറി നമ്മൾ വിശുദ്ധരായി തീർന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അവിശ്രാന്തം ഉണർന്നിരുന്ന എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ ഇങ്ങനെ സംശയങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞ് വിശുദ്ധർക്ക് വേണ്ടി നമ്മളെന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുന്നത് സ്വർഗത്തിലെത്തി പേര് വിളിച്ച വിശുദ്ധർ എന്നാണ്. പക്ഷേ പൗലോസ്ലീഹ അവിടെ പറയുന്നത് മാമോദിസ മുങ്ങിയ എല്ലാവരും വിശുദ്ധരാണ്. വിശുദ്ധർ വീണ്ടും വിശുദ്ധീകരിക്കപ്പെടണം, വിശുദ്ധർ വീണ്ടും പരിപൂർണരാക്കപ്പെടണം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മൾ വിശുദ്ധരായി കഴിഞ്ഞു. അപ്പോൾ അവിടെ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുന്നത്, അവിശ്രാന്തം ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത് ഈ മാമോദീസ മുങ്ങിയ വിശുദ്ധർക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി, സഭയിലൂടെ യേശുവിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഓരോ പുസ്തകം പറയുന്നത്. അവിശ്രാന്തം ഉണർന്നിരുന്ന സഭയിലേക്ക് വന്ന സഭയ്ക്ക് വേണ്ടി. സഭ നമ്മുടെ ശരീരമാണ്, നമ്മൾ ഓരോരുത്തരുമാണുള്ള സഭ. ക്രിസ്തുവിൻ്റെ ശരീരമാണ്, നമ്മൾ അവയവങ്ങളാണ്. അപ്പം നമ്മൾ ഓരോരുത്തരുമാണ് സഭ എന്ന് പറയുമ്പോൾ. അപ്പോൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ഇടങ്ങളിലുമുള്ള സഭാവിശ്വാസികൾക്ക് വേണ്ടി അവിശ്രാന്തം ഉണർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്. ഈ കൊളോസസ് 3:1 ഇങ്ങനെ പറയുന്നില്ലേ, നിങ്ങളുടെ ജീവൻ നിങ്ങൾ ക്രിസ്തുവിൽ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ദൈവത്തിനൊപ്പം ക്രിസ്തുവിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾ ക്രിസ്തു മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ദൈവത്തിനൊപ്പം ക്രിസ്തുവിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. അപ്പം അതായത് ഞാനിപ്പോൾ മരിച്ചവനാണ്, മാമോദീസയിലൂടെ ഞാൻ മരിച്ചവനായി. എൻ്റെ അധമവാസങ്ങളെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്ത് ഞാൻ മരിച്ചവനായി. അപ്പോൾ എൻ്റെ ജീവൻ ദൈവത്തിനൊപ്പം നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. അത് അങ്ങനെ ഒന്ന് പറഞ്ഞുതരാം, എന്താ സംഭവം? ആ വചനത്തിനൊന്ന് പറഞ്ഞുതരാമോ? ആ വചനം. ക്രിസ്തുവിലായിത്തീരുന്ന വ്യക്തി ഒരു പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിൽ ആയിത്തീർന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട നിമിഷത്തിൽ തന്നെ നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ടു, വിശുദ്ധീകരിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരു വ്യക്തിക്ക് കിട്ടി. അങ്ങനെ പാപത്തെ സംബന്ധിച്ചോളം മരിച്ചവനായി ക്രിസ്തുവിൽ ഞാൻ ഒരു പുതിയ വ്യക്തിയായി മാറി. ക്രിസ്തുവിനോടൊപ്പം എൻ്റെ ജീവൻ ദൈവത്തിൽ നിഗൂഢമായി, അതൊരു നിഗൂഢതയാണ്, നമുക്ക് വ്യക്തമായിട്ട് അത് വലിയൊരു രഹസ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നമ്മുടെ ജീവൻ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. എന്നിട്ട് അതുപോലെ നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അവനോടുകൂടി നമ്മൾ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പം എൻ്റെ മാമോദീസയിലൂടെ എൻ്റെ പാപങ്ങളെല്ലാം ഇങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നു. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിലുള്ള ഇഷ്ടങ്ങളും പാപചിന്തകളും അതൊക്കെ നിലനിൽക്കുന്നു. ഉണ്ട്.
അപ്പം എന്നിട്ട് എന്നാ സംഭവിക്കുന്നത്? അപ്പം നമുക്ക് അന്നേരം അതിനുള്ള പോരാട്ടമാണ് നമ്മുടെ ജീവിതം അല്ലേ? അതിനുള്ള പോരാട്ടമാണ്. മാമോദിസ ഒരു വ്യക്തിയിൽ പൂർത്തീകരിക്കപ്പെടുന്നത് മരണം വരെയുള്ള നിരന്തര പോരാട്ടത്തിലൂടെയും സമരത്തിലൂടെയും ക്രൂശിക്കപ്പെടലിലൂടെയും ആണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത്. നമ്മളിൽ കിടക്കുന്ന ഈ പ്രശ്നങ്ങളോട് മല്ലടിക്കുകയും യുദ്ധം ചെയ്യുകയും മൂലപാപങ്ങളോട് മരണം വരെ പൊരുതുകയും ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മൾ. അപ്പോൾ അതാണ് സമരസഭയാണ് നമ്മളെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളെപ്പോഴും സമരത്തിലാണ്. എപ്പം വേണമെങ്കിലും പൊട്ടിത്തകരാവുന്ന മൺകൂടാരങ്ങളാണ്, മൺപാത്രങ്ങളാണ് നമ്മൾ. അപ്പം നമ്മൾ നിരന്തര കരുതലും നിരന്തരമായ ശ്രദ്ധയും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ വളരെ ഭക്തിയോട് ശ്രദ്ധയോടുകൂടി നമ്മൾ ആത്മീയ ജീവിതം നയിക്കണം. മരിക്കുന്നതുവരെ എപ്പോൾ വേണമെങ്കിലും നമ്മൾ മരിച്ചുവെന്ന് കരുതുന്ന പലതും നമ്മളിൽ ഏറ്റുവരാം. ഈ പൗലോസ്ലീഹ ഇതുമായിട്ട് ഇങ്ങനെ പൊരുതുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? പൗലോസ്ലീഹ ഇങ്ങനെ ഇതുമായിട്ട് ഇങ്ങനെ പൊരുതുന്നതിനെ കുറിച്ച് ചാച്ചൻ പലപ്പോഴും പറയാറില്ലേ? അതൊന്ന് ഈ പൗലോസ്ലീഹ ഇതിനെ പൊരുതുന്ന എങ്ങനെയാ ഇതുമായിട്ട്? അത് പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളെയും പൗലോസ്ലീഹ ജയിച്ചടക്കുന്നതിനെ കുറിച്ചുള്ളൊരു സൂചനയായിട്ടെന്നപോലെ നമുക്ക് വേണേൽ മനസ്സിലാക്കാമല്ലോ. അതായത് മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. അപ്പോൾ ഈ 3 വാക്കുകൾ എടുത്തു വെച്ച് നമ്മൾ ഒന്ന് ധ്യാനിക്കുകയാണെങ്കിൽ അറിയാം, അദ്ദേഹം തൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ മാമോദിസയിലൂടെ മരിച്ചുവെങ്കിലും അത് നമ്മളിൽ കിടന്ന് പ്രവർത്തിക്കുന്നതിനോടുള്ള നിരന്തരമായ അദ്ദേഹത്തിൻ്റെ പോരാട്ടം എത്ര ശക്തമാണ്. കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. അനുദിനം ക്രൂശിക്കാൻ അദ്ദേഹം വിട്ടുകൊടുത്തുകൊണ്ട് തൻ്റെ ഓരോ അധമവാസനകളും തന്നിൽ തന്നെ കിടക്കുന്ന പല പ്രശ്നങ്ങളെ അദ്ദേഹം ക്രൂശിച്ച് അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നു. അത്രമേൽ അതിൻ്റെ ആ പോരാട്ടത്തെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ നമ്മളും പൗലോസ്ലീഹയെ പോലെ അതുപോലെ ഫൈറ്റ് ചെയ്ത് അവസാനം പറയാൻ പറ്റണം, ക്രിസ്തുവിനോടൊപ്പം ഞാൻ ക്രൂശിതനായിരിക്കുന്നു, ഞാനല്ല ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്. അതിനുവേണ്ടി ഈ കുർബാനയും കുമ്പസാരവും കൂദാശകളോട് ചേർന്ന് ജീവിക്കണം. അതുപോലെ തന്നെ അതിലൂടെ തന്നെ ദൈവം നമ്മളെ സഹനങ്ങൾ നൽകുന്നതും നമ്മളെ വിശുദ്ധീകരണത്തിൻ്റെ മേഖലയാണ്. സഹനത്തിലൂടെ നമ്മളെ വിശുദ്ധീകരിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ വിശുദ്ധീകരണം ചില സഹനങ്ങൾ ദൈവം തന്നാണ് ചില പാപത്തെ നമ്മളിൽ നിന്നും വലിച്ചെറിയാൻ നമുക്ക് പ്രേരണ നൽകുന്നത്. ചിലപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കിടന്ന് ഉരുളും, ചിലപ്പോൾ പാപത്തിൻ്റെ അകത്ത് വീണു പോകാൻ പോലും ദൈവം അനുവദിച്ചേക്കാം. എന്നിട്ട് കൃപയാൽ അതിൻ്റെ അകത്ത് നമ്മളെ കരകയറ്റുന്ന ഒരവസ്ഥ. അപ്പം നമ്മൾ അവസാനം മനസ്സിലാക്കുന്ന വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ വായിക്കുമ്പോൾ എൻ്റെ പ്രവർത്തനമല്ല, ദൈവം തന്നെയാണ് എന്നിൽ പ്രവർത്തിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ജയിച്ചടക്കപ്പെട്ടത്, ഇന്ന് ഞാൻ വിജയം വരിച്ചിരിക്കുന്നത്. ഓരോ മൂലപാപങ്ങളുടെ മേലും ഓരോ നമ്മുടെ വാസനകളുടെ മേലും ജയം നേടുന്നത്. പാപത്തോട് മരിച്ചവരായ നാം ഇനി അത് ജീവിക്കുന്നത് എങ്ങനെ? മാമോദീസായിലൂടെ നമ്മുടെ പാപങ്ങളോട് നമ്മൾ മരിക്കുന്നു. പിന്നീടുള്ള ജീവിതത്തിൽ നമ്മൾ ഈ വാസനകൾ അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഈ വാസനകളെ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ട്, നമ്മുടെ കൂദാശകൾ കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ നമ്മളതിനെ കീഴടക്കി പരിപൂർണതയിലേക്ക് എത്തുക. അതുകൊണ്ട് കൂദാശകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിന് വേണ്ടിയാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. മാമോദീസായിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധരായി തീർന്നു. പക്ഷേ വിശുദ്ധർ വീണ്ടും വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനാണ് ഈ കൂദാശകളിലൂടെ മുഴുവനാണ് ഈ അഭിഷേകം ഒഴുകുന്നത്, ഈ പരിപൂർണതയിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നതും. വചനം നമ്മളെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നു, സഹനം നമ്മളെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നു, കൂദാശകളിലൂടെ നമ്മളെ പരിപൂർണതയിലേക്ക് കൈപിടിച്ച് സഭയിലൂടെ ദൈവം നടത്തുകയാണ് വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠത്തിങ്കൽ വെച്ച്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു പാപവാസനകളെ ജയിച്ചെടുക്കാനായിട്ട് നമ്മൾ കുമ്പസാരത്തിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആത്മീയ പിതാക്കന്മാരോട് പറയുമ്പോൾ അവരാദ്യം ശുപാർശ ചെയ്യുന്നത് അനുദിന ബലി മുടങ്ങരുത് കേട്ടോ, കുദാശകൾ അടുക്കൽ കുമ്പസാരിക്കണം.
അടുക്കൽ കുമ്പസാരിക്കാൻ പറയും. ദിവ്യബലി പരമാവധി മുടങ്ങരുതെന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടുന്ന ശക്തി കൊണ്ടാണ് എൻ്റെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ, എനിക്ക് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കപ്പെടുന്നത് ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട്. പിന്നെ പാസ്റ്ററിങ് കൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചോളം സ്ഥായി ഘടകങ്ങളൊക്കെ കിടപ്പുണ്ടല്ലോ. എങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും ഓരോ കുമ്പസാരത്തിലും പറയുന്ന പോലെ അടുക്കൽ കുമ്പസാരിക്കണം. 15 ദിവസമെങ്കിലും ആകുമ്പോൾ ഒന്ന് കുമ്പസാരിക്കണം. അതുപോലെ തന്നെ ബലിപീഠത്തെങ്കിൽ നമ്മുടെ പാപത്തെ നമ്മുടെ ബലഹീനതകളെ പാപമായിട്ടെടുക്കാൻ യേശു വന്നത്. അതാണ് ആൾത്താരെ കൊണ്ട് കൊടുക്കാനുള്ളത്. എൻ്റെ പാപവും എൻ്റെ ദുഃഖങ്ങളും നൊമ്പരങ്ങളും ആൾത്താരയിൽ അനുദിനം ചെറിയ തെറ്റുകൾ പോലും ഏൽപ്പിച്ച് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ മേൽ നമുക്ക് ക്രമേണ ജയം കിട്ടുന്നുണ്ട്. ഈ ടോക്ക് എല്ലാവരെയും വിശുദ്ധിയിലേക്ക് എത്തിക്കട്ടെ, വിശുദ്ധിയിലേക്ക് വരാനായിട്ട് ഈ ടോക്ക് ഉപകാരപ്പെടട്ടെ. നമുക്ക് പരിശുദ്ധമ്മയോട് ചെയ്ത് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയോട് ഉദരത്തിഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.